ലോകത്തിലെ ആദ്യത്തെ വെജിറ്റേറിയൻ സിറ്റി അല്ലെങ്കിൽ സസ്യ ആഹാരികളുടെ നഗരമെന്ന് അറിയപ്പെടുന്നത് ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ പലിത്താനയാണ്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ജൈനമത വിശ്വാസികളുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെങ്കിൽ 3800-ലധികം പടവുകൾ കയറിയാലേ മുകളിലെത്തുവാൻ കഴിയുകയുള്ളൂ. ഈ നഗരത്തിൽ ഈ ക്ഷേത്രം കൂടാതെ 3000-ലധികം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ നഗരത്തെ ഒരു ക്ഷേത്ര നഗരി എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയും. ഈ നഗരത്തിലെ ജൈന സന്യാസിമാരുടെ നിരന്തരമായ ആവശ്യത്തെയും പ്രതിഷേധത്തെയും തുടർന്നാണ് 2024 ജൂലൈ 17-ന് 8 മണിക്ക് ഈ നഗരത്തെ ഒരു വെജിറ്റേറിയൻ സിറ്റി അല്ലെങ്കിൽ സസ്യാഹാരികളുടെ നഗരമായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഏകദേശം 250-ലധികം മാംസ കച്ചവട കേന്ദ്രങ്ങളാണ് ഈ നഗരത്തിലുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം അടച്ചുപൂട്ടുവാനും അവിടെ നിന്ന് അതെല്ലാം നീക്കം ചെയ്യുവാനും ഗവൺമെൻറ് ഇതോടുകൂടി ഉത്തരവിട്ടു. കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതും മാംസം സൂക്ഷിക്കുന്നതും മാംസം വിൽപ്പന നടത്തുന്നതും മാംസാഹാരം അവിടെ വിതരണം ചെയ്യുന്നതും പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ജൈനമതത്തിൽ അഹിംസാ സിദ്ധാന്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ പൂർണ്ണമായും സസ്യാഹാരികൾ കൂടിയാണ്. ആ പ്രദേശം പൂർണ്ണമായും ജൈനമതവുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ്. അവിടെ ഈ മാംസാഹാരം വിൽക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മേഖലയിൽ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ നഗരത്തെ ഒരു സസ്യാഹാര നഗരമായി മാറ്റി തീർത്തത്. ഈ ക്ഷേത്രം ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. ജൈനമതക്കാരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഹിന്ദുക്കൾക്കും. ഈ രണ്ട് വിഭാഗങ്ങളും വളരെയധികം ആത്മീകമായ ബന്ധം പുലർത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത് തുടരുന്നു. ക്ഷേത്രത്തിലേക്ക് രാത്രി ആർക്കും പ്രവേശനമില്ല. അതായത് ക്ഷേത്രത്തിൽ ആരെയും തങ്ങുവാൻ അനുവദിക്കാറില്ല. രാത്രിയായാൽ അവിടെ സന്ദർശനം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുവാനും പാടില്ല. ജൈന മതവിശ്വാസമനുസരിച്ച് 24 തീർത്ഥങ്കരന്മാരുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭ തീർത്ഥങ്കരൻ അല്ലെങ്കിൽ ഋഷഭനാഥൻ. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഈ ഋഷഭനാഥൻ. ഇദ്ദേഹം ജനിച്ചതായി പറയുന്നത് അയോധ്യയിലാണ്, അതായത് രാമൻ ജനിച്ച അയോധ്യയിൽ. ഋഷഭം എന്ന വാക്കിന്റെ അർത്ഥം കാളയാണ്. അതിൻ്റെ നാഥനായി വരുന്നത് ശിവനാണ്. അതായത് ഹിന്ദുമതവും ജൈനമതവും ബുദ്ധമതവുമായി അഭേദ്യ ബന്ധമാണുള്ളത്. അതായത് ഹിന്ദുമതത്തിൻ്റെ ഒരു ശാഖ മാത്രമായിട്ട് ജൈനമതത്തെയും ബുദ്ധമതത്തെയും കാണുവാൻ കഴിയുകയുള്ളൂ. ഏറ്റവും ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭ തീർത്ഥങ്കരൻ്റെ ആരാധനാലയമായിട്ടാണ് ഈ കുന്നിൻ മുകളിലുള്ള ക്ഷേത്രത്തെ കാണുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന മഹാവീരൻ ജൈനമതക്കാരുടെ തീർത്ഥങ്കര പരമ്പരയിലെ ഒരു പ്രധാനി തന്നെയാണ്. ജൈന ബുദ്ധ ഹിന്ദു മതവിശ്വാസികളുടെ ആത്മീയതയുടെ പാവനതയും പവിത്രതയും കാത്തു സൂക്ഷിക്കുന്നതിന് ഈ നഗരത്തെ ഒരു സസ്യാഹാരികളുടെ നഗരമായി പ്രഖ്യാപിക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു. ഇന്ന് പല ക്ഷേത്രങ്ങളുടെയും പരിസരത്ത് മാംസാഹാരം വിറ്റ് ക്ഷേത്രവിശ്വാസികളുടെ ക്ഷേത്ര വിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആചാര ലംഘനം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം ഒരു ഉചിതമായ തീരുമാനം തന്നെയാണ്.